എനിക്ക് ഈ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ കഷണ്ടി മേളിലോട്ട് വരുന്നുണ്ടായിരുന്നു. അതിൽ ഞാൻ വലിയ കൺസേൺ അല്ലായിരുന്നു. പക്ഷെ ബാക്കിൽ കഷണ്ടി വന്നു കഴിഞ്ഞാൽ അതൊരു യൗവനത്തിൻ്റെ ലക്ഷണമല്ല. ഞാനൊരു യുവാവൊന്നുമല്ല, എങ്കിൽ തന്നെയും ബാക്കിലെ ആ കഷണ്ടിക്ക് ഒരു യൂണിവേഴ്സൽ അക്സെപ്റ്റൻസ് ഇല്ല എന്നുള്ള കാരണത്താൽ എനിക്കതൊന്ന് മാറ്റണമെന്നൊരാഗ്രഹം ഉണ്ടായി. അങ്ങനെ പല ബ്രാൻഡുകൾ ഞാൻ ഉപയോഗിച്ചു. അഡ്വർടൈസ്മെൻറ്റിൽ ആകർഷനായും അത്രയും തന്നെ ചിലപ്പോൾ എഫക്റ്റ് ഇല്ലെങ്കിലും അതിൻ്റെ ഏകദേശം വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഉപയോഗിച്ചപ്പോൾ ഒരു എഫക്റ്റും ഇതിനകത്ത് വന്നിട്ടില്ല മറ്റുള്ള ബ്രാൻഡിൽ. അപ്പോഴാണ് ഈ അമൃതവേണിയെക്കുറിച്ചൊരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടത്. പക്ഷേ അവർ മറ്റുള്ളവരെ പോലെ ആവശ്യമില്ലാത്ത എക്സാജറേഷൻ, അതിശയോക്തി കലർന്ന ഒരു അഡ്വർടൈസ്മെൻ്റ് അല്ല അതിനകത്തുണ്ടായിരുന്നത്. ഞാനിത് ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേ ഏതാണ്ട് ഒരു ബോട്ടിൽ ഉപയോഗിച്ചപ്പോൾ തന്നെ എനിക്കൊരു 80% അവിടെ കവറായി. അത് ചെറിയ ബോട്ടിലാണ്, ഒരു 80% കവറായി കിട്ടി. പിന്നെ രണ്ടാമത്തെ ബോട്ടിലാണ് ഞാൻ ഇപ്പോഴും ഉപയോഗിക്കുന്നത്, അതിനകത്ത് കുറച്ചുണ്ട്. അതുകൂടെ ഉപയോഗിച്ചപ്പോഴത്തേക്ക് എനിക്ക് സാറ്റിസ്ഫൈഡായി. ഇനിയിപ്പോൾ ഉപയോഗിക്കേണ്ട എന്നുള്ളൊരു അവസ്ഥയിലേക്ക് ഞാൻ എത്തി. എനിക്ക് അറിഞ്ഞുകൂടാ ആ ഒരു ചെറിയ 1-2 ബോട്ടിലിന് ഉള്ളിൽ ഇത്രയൊരു സംഭവം നടന്നത് എനിക്ക് മാത്രമായിരിക്കില്ല, എന്നെപ്പോലെ പലർക്കും ഉണ്ടാകും. ചിലർക്ക് കുറച്ചുകൂടെ ഉപയോഗിക്കേണ്ടതായിട്ട് വരുമായിരിക്കും. അങ്ങനെ ഇതിനകത്ത് വേരിയേഷൻസ് ഉണ്ടാകും. പക്ഷേ എന്നെപ്പോലുള്ള ഒരാൾക്ക് അത്രയും ഉപയോഗിച്ചപ്പോൾ ഇത് വന്ന സ്ഥിതിക്ക് ധാരാളം ആളുകൾ എൻ്റെ അത്രയും അവസ്ഥയിൽ വരാത്തതായ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് വളരെ എഫക്റ്റ് എന്നേക്കാൾ കൂടുതൽ കിട്ടും. എയർഫാള് അമൃതവേണിയാണ് മാറ്റി തന്നത്. മറ്റുള്ള പ്രോഡക്റ്റ് എയർഫാളും സ്റ്റോപ്പ് ചെയ്തില്ല, എയർ ഗ്രോത്തും തന്നില്ല. അപ്പോൾ അമൃതവേണി എയർഫാളും സ്റ്റോപ്പ് ചെയ്തു. അതുകൊണ്ടാണ് ഗ്രോത്ത് തോന്നുന്നതെന്ന്, ഗ്രോത്ത് വരാനിടയായത്. ചിലപ്പം ഞാൻ 2 ബോട്ടിൽ ഉപയോഗിച്ചപ്പോൾ എനിക്ക് ഈ പ്രായത്തിൽ ഇത്ര എഫക്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അത് കിട്ടണമെന്നില്ലായിരിക്കും. കുറച്ചുകൂടെ ബോട്ടിൽ നമ്മൾ ക്ഷമയോടുകൂടി ഉപയോഗിക്കണം. നിങ്ങളുടെ അനന്തമായിട്ട് അങ്ങ് ഉപയോഗിച്ചുകൊണ്ടിരിക്കണമെന്നൊന്നും അല്ല പറയുന്നത്. ബട്ട് ഡെഫിനറ്റ്ലി ഫ്യൂ ബോട്ടിൽസ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റേതായ എഫക്റ്റ് കിട്ടിയിരിക്കും. എനിക്കുണ്ടായി കഴിഞ്ഞപ്പോൾ ഡെഫിനറ്റ്ലി അത് തീർച്ചയായിട്ടും ഉണ്ടാകും. കാരണം ഞാനൊരു യങ്ങസ്റ്റർ അല്ല, രോഗം വന്ന് മൂടി പൊഴിഞ്ഞതൊന്നുമല്ല, ഏജ് കൊണ്ടായതാണ്, ഹെറിഡിറ്ററി കൊണ്ടായതാണ്. അപ്പോൾ എനിക്കിത് സംഭവിക്കാമെങ്കിൽ മറ്റുള്ളവർക്ക് എന്നേക്കാൾ ബെറ്റർ റിസൾട്ട് ഉണ്ടാകും.